ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ദൂരദർശൻ നമ്മുടെ ആദ്യത്തെ ടി.വി. ചാനൽ. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ ടി.വി. ചാനലിനെ കുറിച്ചാണ്. ദൂരദർശൻ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ടി.വി. ചാനലുകളും യൂട്യൂബും OTT പ്ലാറ്റ്ഫോമുകളും എല്ലാം ഉണ്ട്, അല്ലേ? ഇഷ്ടമുള്ള പരിപാടികൾ ഇഷ്ടമുള്ളപ്പോൾ കാണാം. പക്ഷേ പണ്ട് നമ്മുടെ അച്ഛനമ്മമാരുടെയും മുത്തശ്ശന്മാരുടെയും കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരുപാട് ചാനലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ദൂരദർശൻ എന്ന ഒരൊറ്റ ടി.വി. ചാനൽ മാത്രമായിരുന്നു. എന്താണ് ദൂരദർശൻ? ദൂരദർശൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സർക്കാർ ടി.വി. ചാനലാണ്. ദൂരദർശൻ എന്ന വാക്കിന് ദൂരെ കാഴ്ച എന്നാണ് അർത്ഥം. റേഡിയോയിൽ ശബ്ദം മാത്രമായിരുന്നെങ്കിൽ ദൂരദർശനിൽ നമുക്ക് ചിത്രങ്ങളും ശബ്ദവും ഒരുമിച്ച് കാണാൻ സാധിക്കുമായിരുന്നു. വാർത്തകൾ, സിനിമകൾ, സീരിയലുകൾ, പാട്ടുകൾ, കാർട്ടൂണുകൾ, കുട്ടികൾക്കുള്ള പരിപാടികൾ, കൃഷിക്കാർക്കുള്ള വിവരങ്ങൾ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൂരദർശൻ പ്രക്ഷേപണം ചെയ്തിരുന്നു. ദൂരദർശന്റെ തുടക്കം ഒരു ചരിത്രയാത്ര. ഇന്ത്യൻ ടെലിവിഷൻ പ്രക്ഷേപണം തുടങ്ങിയത് 1959 ഡൽഹിയിലായിരുന്നു. തുടക്കത്തിൽ കുറച്ച് സമയത്തേക്ക് മാത്രമായിരുന്നു പരിപാടികളുണ്ടായിരുന്നത്. പിന്നീട് പതിയെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ദൂരദർശൻ എത്തിച്ചേർന്നു. കറുപ്പും വെളുപ്പും. ആദ്യകാലങ്ങളിൽ ദൂരദർശനിലെ പരിപാടികൾ കറുപ്പും വെളുപ്പുമായിരുന്നു. പിന്നീട് സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ കളർ TV വന്നു. പരിപാടികളും നിറമുള്ളതായി മാറി. ദേശീയ ചാനൽ. 1982 ദൂരദർശൻ ഒരു ദേശീയ ചാനലായി മാറി. അപ്പോൾ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ വീടുകളിലും ദൂരദർശൻ കാണാൻ സാധിക്കുമായിരുന്നു. ഒരൊറ്റ ചാനൽ. പണ്ട് ഒരു വീട്ടിൽ TV ഉണ്ടെങ്കിൽ അയൽപ്പക്കത്തുള്ളവരെല്ലാം TV കാണാൻ ആ വീട്ടിലേക്ക് വരുമായിരുന്നു. കാരണം അന്ന് ദൂരദർശൻ മാത്രമായിരുന്നു ഏക വിനോദമാർഗം. ഞായറാഴ്ചകളിൽ സിനിമ കാണാൻ ആളുകൾ കൂട്ടമായി ടിവിയുടെ മുന്നിലിരിക്കുന്നത് ഒരു സാധാരണ കാഴ്ചയായിരുന്നു. ദൂരദർശൻ എന്തിനാണ്? ആകാശവാണിയെ പോലെ തന്നെ ദൂരദർശനും ഒരുപാട് കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. വിവരങ്ങൾ നൽകാൻ, രാജ്യത്തും ലോകത്തും നടക്കുന്ന പ്രധാന വാർത്തകൾ, സർക്കാർ നയങ്ങൾ, ആരോഗ്യപരമായ വിവരങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ എന്നിവയെല്ലാം ദൂരദർശനിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. വിനോദം നൽകാൻ, രാമായണം, മഹാഭാരതം പോലുള്ള പ്രശസ്തമായ സീരിയലുകൾ, സിനിമകൾ, പാട്ടുകൾ, നൃത്തപരിപാടികൾ, കോമഡി ഷോകൾ എന്നിവയെല്ലാം ദൂരദർശനിലുണ്ടായിരുന്നു. ഈ സീരിയലുകൾ കാണാൻ ആളുകൾ ജോലിയെല്ലാം നിർത്തി ടിവിയുടെ മുന്നിൽ കാത്തിരിക്കുമായിരുന്നു. പഠിക്കാൻ സഹായിക്കാൻ, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള പഠന പരിപാടികൾ, ശാസ്ത്രം, ചരിത്രം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ എന്നിവയെല്ലാം ദൂരദർശൻ സംപ്രേഷണം ചെയ്തിരുന്നു. ദേശീയോദ്ഗ്രഥനം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്കാരങ്ങളെയും ഭാഷകളെയും കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ദൂരദർശൻ സഹായിച്ചു. ഇത് രാജ്യത്തെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ സഹായിച്ചു. ഇപ്പോൾ ദൂരദർശൻ എവിടെയാ? ഇപ്പോൾ ഒരുപാട് സ്വകാര്യ ചാനലുകളും ഇന്റർനെറ്റും എല്ലാം വന്നതുകൊണ്ട് ദൂരദർശന്റെ പ്രാധാന്യം കുറഞ്ഞുവെങ്കിലും ദൂരദർശൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ദൂരദർശൻ നാഷണൽ, DD മലയാളം, DD സ്പോർട്സ് എന്നിങ്ങനെ പല പ്രാദേശിക ചാനലുകളും വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചാനലുകളും ദൂരദർശനുണ്ട്. ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലും മറ്റു ചാനലുകൾ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലും ദൂരദർശൻ പ്രധാനപ്പെട്ട വിനോദ വിജ്ഞാന സ്രോതസ്സാണ്. അതുകൊണ്ട് ദൂരദർശൻ എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ടെലിവിഷൻ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ്. നമ്മുടെ മുതിർന്നവർക്ക് ദൂരദർശൻ സമ്മാനിച്ച ഓർമ്മകളും അനുഭവങ്ങളും ഒരുപാട് വലുതാണ്. ദൂരദർശനെ കുറിച്ച് അറിഞ്ഞല്ലോ. ഇനി നിങ്ങൾ എല്ലാവരും ദൂരദർശൻ ചാനലുകൾ കുറച്ചു കാലത്തേക്ക് കാണുക. അപ്പോൾ കൂടുതൽ മനസ്സിലാവും. വരട്ടെ, ഇനി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.